ഭാരതമാതാവിന്റെ മോചനത്തിനായി ലണ്ടനിലെ തെരുവുകളിലും ആൻഡമാനിലെ ഇരുട്ടറകളിലും വിപ്ലവത്തിന്റെ ഇടിമുഴക്കം തീർത്ത വിനായക് ദാമോദർ സവർക്കറുടെ 60ാം ചരമവാർഷികമാണിന്ന്. 1966 ഫെബ്രുവരി 26-ന് ഈ ഭൗതിക പ്രപഞ്ചത്തോട് വിട പറഞ്ഞെങ്കിലും സവർക്കർ എന്ന പേര് ഇന്നും ഓരോ ദേശസ്നേഹിയുടെയും സിരകളിൽ ആവേശം വിതറുകയാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഉറക്കം കെടുത്തിയ പേരായിരുന്നു സവർക്കർ. 1857-ലെ സ്വാതന്ത്ര്യ സമരത്തെ ഭാരതത്തിന്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ചരിത്രരേഖകളിൽ അടയാളപ്പെടുത്തിയത് സവർക്കർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ അഭിനവ് ഭാരത് എന്ന വിപ്ലവ സംഘടന ഭാരതത്തിന്റെ മുക്കിലും മൂലയിലും സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം എത്തിച്ചു. സായുധ വിപ്ലവത്തിലൂടെ മാത്രമേ ഭാരതത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കൂ എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. 2 ജീവപര്യന്തം ശിക്ഷാവിധി ഏറ്റുവാങ്ങി ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ കഴിഞ്ഞ 11 വർഷങ്ങൾ സവർക്കറുടെ ജീവിതത്തിലെ കഠിനമായ പരീക്ഷകളായിരുന്നു. ഏകാന്ത തടവിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന്റെ മനക്കരുത്ത് ചോർന്നില്ല. സവർക്കർ വെറും ഒരു പോരാളി ആയിരുന്നില്ല, മികച്ചൊരു ദാർശനികൻ കൂടിയായിരുന്നു. ഹിന്ദുത്വം എന്ന ആശയത്തിലൂടെ ഭാരതത്തിന്റെ സാംസ്കാരിക അസ്തിത്വത്തെ അദ്ദേഹം നിർവചിച്ചു. ജാതി വ്യവസ്ഥയ്ക്കും അയിത്തോച്ചാടനത്തിനുമെതിരെ അദ്ദേഹം രത്നഗിരിയിൽ നടത്തിയ വിപ്ലവകരമായ മാറ്റങ്ങൾ പിൽക്കാലത്ത് ഹിന്ദു സമൂഹത്തിന്റെ ഏകീകരണത്തിന് വലിയ പങ്ക് വഹിച്ചു. ഭാരതം ഒരു സ്വതന്ത്രവും സുശക്തവുമായ ഹിന്ദുരാഷ്ട്രമായി മാറണമെന്ന അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് ഇന്നത്തെ നവഭാരതത്തിന്റെ ശക്തി. ആ വിപ്ലവകാരി ഒരു മഹാമുനിയെ പോലെയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. 1966 ഫെബ്രുവരി 26-ന് മുംബൈയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് ആ സൂര്യൻ അസ്തമിച്ചു. ഇന്ന് സവർക്കറുടെ 60ാം സ്മൃതി ദിനത്തിൽ അദ്ദേഹം വിഭാവനം ചെയ്ത അഖണ്ഡ ഭാരതം എന്ന സ്വപ്നം നെഞ്ചേറ്റിക്കൊണ്ട് രാജ്യം അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുന്നു. വീർ സവർക്കറുടെ പേര് ഭാരതത്തിന്റെ ചരിത്രങ്ങളിൽ സ്വർണ്ണ ലിപികളാൽ എന്നും തിളങ്ങി നിൽക്കും. വെബ് ഡെസ്ക് തത്വമൈ TV.